ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5 ദിവസം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രേപ്പ് വൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ വൈൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 5 ദിവസം കൊണ്ട് എങ്ങനെ മുന്തിരി വൈൻ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ്. ഞാനിപ്പോൾ 1 കിലോ മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മുന്തിരി നന്നായിട്ടൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളതാണ്. കഴുകിയതിന് ശേഷം ഒരു ടവലിലിട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കുക. കുരുവുള്ള മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കറുത്ത മുന്തിരി. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 5 ഏലക്ക, ഒരു 5 ഗ്രാമ്പു, ഒരു കഷ്ണം കറുവപ്പട്ട, 1 കപ്പ് പഞ്ചസാര. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷെ വൈൻ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് മധുരം കൂടി പോകാത്തതാണ് നല്ലത്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനുള്ള വെള്ളമാണിത്. അപ്പോൾ ഇതൊരു ഇളം ചൂടുവെള്ളമായിട്ട് മാറട്ടെ. നമുക്കിത് വാങ്ങി വെക്കാം. നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കണം. നമ്മൾ ഇൻസ്റ്റന്റ് വൈൻ ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഈസ്റ്റും ചേർക്കുന്നത്, അതുപോലെ തന്നെ വേവിച്ചിട്ട് മുന്തിരി ചേർക്കുന്നത്. അല്ല, നമ്മൾ 21 ദിവസമൊക്കെ വെച്ചിട്ട് വൈൻ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ തിളപ്പിച്ച് ആറിച്ച വെള്ളത്തിലാണ് വൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ അളന്ന് 3 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഈ മുന്തിരി ഞാനൊന്ന് കൈ വെച്ച് പൊട്ടിച്ചു വെക്കാൻ പോവാണ്. ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ മുന്തിരിക്ക് ഒരല്പം തൊണ്ടുകട്ടി കൂടുതലുള്ള മുന്തിരിയാണ്. നാട്ടിൽ കിട്ടുന്ന മുന്തിരി ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ മുന്തിരി കൈവച്ച് ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുന്തിരിയുടെ ഒരു കളർ കൊണ്ട് ഈ വൈനിന് നല്ലൊരു കളർ കിട്ടത്തില്ല. ഒരു ലൈറ്റ് പിങ്ക് കളറായിരിക്കും ഈ വൈൻ ഉണ്ടാവുക. ഞാനിപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ചെറിയൊരു പീസ് ബീറ്റ്റൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് ഇതിൻ്റെ ജ്യൂസ് അതിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വൈന് നല്ല കളർ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ക്യാരമലൊക്കെ ചെയ്ത് ചേർക്കാറുണ്ട്, പഞ്ചസാര കരിച്ച് ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കുമ്പോഴും വൈൻ്റെ കളർ ഉണ്ടാവും. അതിലും എളുപ്പത്തിൽ കളർ ഉണ്ടാവാനായിട്ട് ഇതുപോലെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കുപ്പിയിലാക്കുന്നതിന് മുൻപേ ബീറ്റ്റൂട്ട് അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ എന്താവും, വൈന് നല്ല കളർ ഉണ്ടാവും. ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് വൈനിന് വരത്തുമില്ല. ഒരുപാട് വലിയ പീസല്ലല്ലോ, ചെറിയ പീസല്ലേ. അപ്പോൾ വൈനിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അങ്ങാടിക്കടയിൽ പോയിട്ട് ചോദിക്കുവാണെങ്കിൽ വൈൻ ഉണ്ടാക്കാനുള്ള ആയുർവേദ ഐറ്റംസ് അവർ തരും. നിങ്ങൾ എത്ര കിലോ മുന്തിരിയാണ് ഉപയോഗിക്കുന്നതെന്ന് അളവ് പറഞ്ഞാൽ മതി. 1 കിലോ മുന്തിരികൾ ഐറ്റം തരാൻ പറഞ്ഞാൽ അവരത് തരും. നിങ്ങളുടെ അടുത്ത് നറുനീണ്ടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങാടിക്കടയിലൊന്നും പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ അടുത്ത് നറുനീണ്ടി ഉണ്ടെങ്കിൽ 1 പീസ് നറുനീണ്ടി ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാവും വൈനിന്. ഇപ്പോൾ ഞാൻ നറുനീണ്ടി ചേർക്കുന്നില്ല, കാരണം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ടോട്ടൽ 3 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 2.25 ലിറ്റർ വെള്ളം ആവുന്നവരെ ഇതൊന്ന് വറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലുത്തതിന് ശേഷം മധുരം നോക്കാം. മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തിളക്കട്ടെ. നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തിളപ്പിച്ച് ആറിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ വെള്ളത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. ഇളം ചൂടാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ പുതിയ ഈസ്റ്റാണ്, 4-5 പിഞ്ച് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തില്ല. ഈസ്റ്റിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് സൈഡിലിരിക്കട്ടെ. നമുക്ക് തിളച്ച് തണുത്തതിന് ശേഷം വൈനിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ വൈനിട്ട് 2ാമത്തെ ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ വൈനിൽ നന്നായിട്ട് പതയുണ്ടാവും. അത് കുഴപ്പമില്ല, നമ്മൾ ഈസ്റ്റ് ചേർത്തുണ്ടാക്കുന്ന വൈനാണ്, അതുകൊണ്ടാണ് പതയുന്നത്. അല്പം സ്ട്രോങ് ആവണമെങ്കിൽ മുഴുവൻ ഗോതമ്പ് കിഴികെട്ടിയോ വെറുതെ ചേർത്ത് കൊടുക്കാം. കിഴികെട്ടി തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മൾ ഈ വൈൻ അരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ആ ഗോതമ്പൊക്കെ അങ്ങ് മാറിക്കോളും. നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. തടിത്തവിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ തവിയൊക്കെ വെച്ചിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഇതിൻ്റെ മധുരം ഒന്ന് നോക്കിക്കോളുക. ഇനി ഈ വെള്ളം കുറച്ചൊന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്കിതുപോലെ തിളപ്പിക്കാം. മുന്തിരി ഇടയ്ക്ക് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കാൾ വെള്ളം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ മുന്തിരി നന്നായിട്ട് വെന്ത് എൻ്റെ സത്തക്ക് ഈ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ഞാൻ ചേർത്ത് കൊടുത്ത ആ ബീറ്റ്റൂട്ടിൻ്റെ പീസ് ഞാനങ്ങ് മാറ്റുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ പീസ് ചേർത്ത് കൊടുത്താൽ മതി. കളർ കുറച്ച് കുറവാണെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ പീസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഈ വൈൻ ഒരു 3/4 ഭാഗത്തോളം തണുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇത് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ഓർക്കണം, ഒരുപാട് ചൂടിൽ ഒഴിച്ചു കൊടുക്കരുത്. വീണ്ടും ഇത് മിക്സ് ചെയ്യാം. ഇനി ബാക്കി കൂടെ നന്നായിട്ട് തണുത്ത് വരട്ടെ. നല്ല പച്ചവെള്ളം പോലെ തണുത്തതിന് ശേഷം വേണം കുപ്പിയിൽ ഒഴിച്ച് വെക്കാൻ. അതല്ലെങ്കിൽ
പൂപ്പലൊക്കെ ഉണ്ടാവും ഈർപ്പം തട്ടിയിട്ട്. ഇപ്പോൾ ഈ ഗ്രേപ്പ് വൈൻ നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. അതേ തവി വെച്ച് തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഒരു ചില്ല് കുപ്പിയിലേക്ക് പകർത്താൻ പോവാണ്. കുപ്പി അതല്ലെങ്കിൽ ഭരണി, സെറാമിക്കിൻ്റെ ഭരണിയിലേക്ക് ആക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇത് പുളിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് നിറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലീക്കായി പുറത്തേക്ക് വരാനും ഒരുപാട് ടൈറ്റ് ആക്കി അടച്ചിട്ട് ചിലപ്പോൾ കുപ്പി വരെ പൊട്ടാനും ചാൻസ് ഉണ്ട്. നിങ്ങളടുത്ത് ഒരു കുപ്പി, വലിയൊരു കുപ്പിയാണെങ്കിൽ നിങ്ങൾ ആ കുപ്പിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒറ്റ കുപ്പിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇത് കുറച്ച് വീര്യം കിട്ടാനായിട്ട് ഞാൻ ഗോതമ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് മുഴുവൻ ഗോതമ്പ് ഇല്ല, അതുകൊണ്ട് ഞാൻ നുറുക്ക് ഗോതമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വീതമാണ് 2 കുപ്പിയിലും ചേർത്ത് കൊടുക്കുന്നത്. വൈൻ ഇളക്കിയ തവി കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഗോതമ്പ് കിഴി കെട്ടിയിടാനാണെങ്കിൽ കിഴി കെട്ടി ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പൈനാപ്പിൾ വൈൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കിഴി കെട്ടാതെ ഇട്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും വൈന് എടുക്കുമ്പോൾ അരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പിൻ്റെ വേസ്റ്റൊക്കെ അങ്ങ് മാറി കെട്ടിക്കോളും. ഇനി ആദ്യമേ ഒരു തുണി വെച്ച് നമുക്കിതൊന്ന് കവർ ചെയ്യാം. ഈർപ്പമൊന്നും ഇല്ലാത്ത നന്നായിട്ട് ഉണങ്ങിയ നല്ലൊരു തുണി വെച്ച് ആദ്യമേ ഒന്ന് കെട്ടിക്കൊടുക്കാം. കുറച്ച് ലൂസാക്കി കെട്ടിക്കൊടുക്കാം, ഒരുപാട് ടൈറ്റാക്കി കെട്ടണ്ട. അതിനുശേഷം ഇതിൻ്റെ അടപ്പ് വെച്ചങ്ങ് അടച്ചു കൊടുക്കാം. 2 കുപ്പിയും ഞാനൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു കബോർഡിനുള്ളിലോ കുറച്ച് ഇരുട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് കൊടുക്കാം. സൂര്യപ്രകാശം ഒന്നും തട്ടരുത്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ടു, നാളെ വൈകിട്ട്, ഇനി ഇത് അനക്കേണ്ട ആവശ്യമില്ല. നാളെ വൈകിട്ട് ഒന്ന് ഇളക്കി വെക്കുക. അത് കറിയിലൊന്നും ഇടുന്ന തവി കൊണ്ട് ഇളക്കരുത്. വൈനിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തവി കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. അടുത്ത ദിവസവും അതുപോലെ പറ്റുമെങ്കിൽ ഒരേ സമയത്തൊന്ന് ഇളക്കി കൊടുക്കാൻ നോക്കുക. വൈകുന്നേരം ഇളക്കി കൊടുത്താൽ മതി. ഒരു ദിവസം എന്തെങ്കിലും സാഹചര്യം ഇളക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നാളെ നിങ്ങളിത് തുറന്ന് ഇളക്കുന്ന സമയത്ത് നന്നായിട്ട് പതയുണ്ടാവും. നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ളതാണ് പതയുന്നത്, അത് കുഴപ്പമില്ല. 5 ദിവസം കഴിയുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കരുത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുന്തിരി വൈൻ ഇന്ന് 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസമാണ്. ഞാൻ ഈ വൈന് ഒന്ന് തുറക്കാൻ പോവാണ്. നമ്മൾ വൈനിൽ ഇളക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നന്നായിട്ട് ഉണങ്ങിയ തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല വൈൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊരു ഉണങ്ങിയ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. വേസ്റ്റൊക്കെ മാറ്റാം. ഇത് ഞാൻ 3 ആഴ്ച മുമ്പേ തയ്യാറാക്കി വെച്ചിരുന്ന പൈനാപ്പിൾ വൈനാണ്. ഇതിൻ്റെ അടിയിലേക്ക് ഊറലൊക്കെ വന്നിട്ട് മട്ടയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അടിയിൽ അടിഞ്ഞിട്ട് നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സൗണ്ടോട് കൂടി കണ്ട വൈനുള്ളിൽ നിന്നൊരു ഗ്യാസ് വരുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് അത്യാവശ്യം നല്ല വീര്യമായിട്ടുണ്ട്. കണ്ടോ, വൈൻ നല്ല തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ മുന്തിരി വൈനും നമ്മൾ കുറച്ച് ദിവസം വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ അതിന് മട്ട് മാറ്റിയിട്ട് ഇതുപോലെ മുകളിൽ നിന്നുള്ളത് അരിച്ച് മാറ്റിയെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത് ഞാനൊരു ചില്ലുകുപ്പിക്കകത്താണ് അടച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. 2 കുപ്പിയിലായിട്ടാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത്. ഇത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു 2.5 ലിറ്ററോളം വൈൻ ഉണ്ടാവും. വൈൻ അടച്ചു വെക്കുമ്പോൾ 1/4 ഭാഗത്തോളം മാത്രമേ വൈൻ ഒഴിക്കാവുള്ളൂ. നിറച്ചൊഴിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കരുത്. മാക്സിമം ചില്ലുകുപ്പിക്കകത്ത് അടച്ച് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വൈൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ, ബൈ.